ഗുഡ് മോർണിംഗ്. ഞാൻ എടുക്കാൻ പോണ ടോപ്പിക്ക് റൂൾസ് റിലേറ്റിംഗ് ടു ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടിയിലെ രണ്ടാമത്തെയും മൂന്നാമത്തെയും റൂൾസാണ്. രണ്ടാമത്തെ റൂള് ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ഇൻ ദ അൺഅസർട്ടൈൻ ഓർ ഫ്യൂച്ചർ ഗുഡ്സ്. The goods which are not identified and unascertain at the time of sale are unascertain goods. They are defined by description only. സെയിൽസിൻ്റെ സമയത്ത് ഗുഡ്സ് ഐഡൻറ്റിഫൈ ചെയ്തിട്ടില്ല, ഉറപ്പ് വരുത്തിയിട്ടില്ല, അങ്ങനത്തെ ഗുഡ്സിനെയാണ് അൺഅസർട്ടൈൻ ഗുഡ്സ് എന്ന് പറയുന്നത്. അത് ഡിസ്ക്രിപ്ഷൻ വെച്ച് മാത്രമേ ഡിഫൈൻ ചെയ്യാൻ പറ്റുള്ളൂ. The rules relating to transfer of property of unascertain goods are as follows. First one is goods must be ascertained. In the case of sale of unascertain goods, no property in the goods is transferred to the buyer unless and until the goods are ascertained. A contract to sell unascertain goods is not a complete sale but a promise to sell, and it may become a sale when the goods are ascertained. Section 18. ഗുഡ്സ് ഉറപ്പ് വരുത്തുന്നത് വരെ ബയ്യർക്ക് ഗുഡ്സ് കൊടുക്കില്ല. അതൊരു പ്രോമിസ് മാത്രമായിരിക്കും. അതായത് ഞാനിപ്പോൾ ഇത്ര ഗുഡ്സ് വാങ്ങിച്ചോളാം എന്ന് പറയണ ഒരു വാക്ക് മാത്രമായിരിക്കും. ഗുഡ്സ് ഉറപ്പ് വരുത്തിയ ശേഷം മാത്രമേ അതൊരു കംപ്ലീറ്റ് സെയിലായി മാറുള്ളൂ. അതൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ എന്നീൻ്റെ ഷോപ്പിൽ നിന്ന് ഒരു സ്കൂട്ടർ വാങ്ങാമെന്ന് പറഞ്ഞു. അപ്പോൾ സ്കൂട്ടർ വാങ്ങാമെന്ന് പറയുന്നത് അതൊരു പ്രോമിസ് മാത്രമായിരിക്കും. അവിടെ ചെന്ന് ആ ഷോപ്പിൽ ചെന്നിട്ട് സ്കൂട്ടർ ഐഡൻറ്റിഫൈ ചെയ്ത് അഗ്രി ചെയ്ത് അതിൻ്റെ പ്രൊസീജിയേഴ്സൊക്കെ കഴിഞ്ഞാൽ മാത്രമേ ആ സ്കൂട്ടറിൻ്റെ ഓണർഷിപ്പ് എമ്മിന് കൈമാറുള്ളൂ. അതുവരെ അതൊരു പ്രോമിസ് മാത്രമായിരിക്കും. അതിനെയാണ് ഗുഡ്സ് മസ്റ്റ് ബി അസർട്ടൈൻ എന്ന് പറയുന്നത്. സെക്കൻഡ് പോയിൻറ്റ്, അൺകണ്ടീഷണൽ അപ്രോപ്രിയേഷൻ ഓഫ് ഗുഡ്സ്. Where there is contract for a sale of unascertain goods, the property in such goods passes to the buyer only when the goods have been unconditionally appropriated as per the requirements of the contract. Section 23(1). അൺഅസർട്ടൈൻഡ് ആയിട്ടുള്ള ഗുഡ്സ് വിൽക്കുന്നതിനുള്ള കോൺട്രാക്റ്റ് ഉള്ളിടത്ത് കോൺട്രാക്റ്റിൻ്റെ ആവശ്യകത അനുസരിച്ച് മാത്രമേ ഗുഡ്സ് ബയ്യറിന് കൈമാറുള്ളൂ. അതിനെയാണ് അൺകണ്ടീഷണൽ അപ്രോപ്രിയേഷൻ ഓഫ് ഗുഡ്സ് എന്ന് പറയുന്നത്. Appropriation means the process by which the goods are selected or separated with the common or mutual consent of the seller and the buyer so as to determine and identify the actual goods to be delivered. Thus, completion of this process leads to ascertainment of goods. അപ്രോപ്രിയേഷൻ എന്ന് വെച്ചാൽ ഗുഡ്സ് ഐഡൻറ്റിഫൈ ചെയ്യാനും സെപ്പറേറ്റ് ചെയ്യാനും സെല്ലറിൻ്റെയും ബയ്യറിൻ്റെയും സമ്മതത്തോട് കൂടിയിട്ട് ഡെലിവർ ചെയ്യേണ്ടതായിട്ടുള്ള ഗുഡ്സ് ഐഡൻറ്റിഫൈ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് അപ്രോപ്രിയേഷൻ എന്ന് പറയുന്നത്. അപ്രോപ്രിയേഷൻ കഴിയുന്നതോട് കൂടിയിട്ട് അൺഅസർട്ടൈൻഡ് ആയിട്ടുള്ള ഗുഡ്സ് അസർട്ടൈൻഡ് ആയിട്ടുള്ള ഗുഡായിട്ട് മാറും. ദ റിക്വയർമെൻറ്റ് ഓഫ് വാലിഡ് അപ്രോപ്രിയേഷൻ ആർ ആസ് ഫോളോസ്. ഫസ്റ്റ് വൺ ഈസ് ഇറ്റ് മസ്റ്റ് ബി അൺകണ്ടീഷണൽ. ഇത് അൺകണ്ടീഷണൽ ആയിരിക്കണം. ഇറ്റ് മസ്റ്റ് ബി ഐദർ ബൈ ദ ബയ്യർ ഓർ ദ സെല്ലർ. ഒന്നില്ലെങ്കിൽ ബയ്യർ ആയിരിക്കണം അല്ലെങ്കിൽ സെല്ലർ ആയിരിക്കണം. It must be done either by the seller with the consent of the buyer or by the buyer with the consent of the seller. ഒന്നില്ലെങ്കിൽ സെല്ലറിൻ്റെ സമ്മതത്തോട് കൂടിയിട്ട് ബയ്യർ ചെയ്യണം, അല്ലെങ്കിൽ ബയ്യറിൻ്റെ സമ്മതത്തോട് കൂടിയിട്ട് സെല്ലർ ചെയ്യണം. ദ കൺസെൻറ്റ് മേ ബി എക്സ്പ്രസ്ഡ് ഓർ ഇംപ്ലൈഡ്. സമ്മതം പ്രകടിപ്പിക്കണം. ദ കൺസെൻറ്റ് മേ ബി ഗിവൺ ഐദർ ബിഫോർ ഓർ ആഫ്റ്റർ ദ അപ്രോപ്രിയേഷൻ. അപ്രോപ്രിയേഷൻ്റെ മുമ്പോ ശേഷമോ സമ്മതം അറിയിക്കണം. അടുത്തതാണ് ഡെലിവറി ടു കരിയർ. വേർ ദ സെല്ലർ ഡെലിവേഴ്സ് ദ ഗുഡ്സ് ടു ദ ബയ്യർ ഓർ ടു എ കരിയർ ഓർ അതർ ബെല്ലി ഫോർ ദ പർപ്പസ് ഓഫ് ട്രാൻസ്മിഷൻ ടു ദ ബയ്യർ ആൻഡ് ഡസ് നോട്ട് റിസർവ് ദ റൈറ്റ് ഓഫ് ഡിസ്പോസൽ, ഹീ ഈസ് ഡീംഡ് ടു ഹാവ് ആൻ അൺകണ്ടീഷണലി അപ്രോപ്രിയേറ്റഡ് ഗുഡ്സ് ടു എ കോൺട്രാക്ട്. സെക്ഷൻ 23(2). ബയ്യറിന് കൈമാറ്റം ചെയ്യുന്നതിന് വേണ്ടി ജാമ്യക്കാരനോ അല്ലെങ്കിൽ കരിയർക്കോ സാധനങ്ങൾ ഡെലിവർ ചെയ്യുന്നതിനെയാണ് ഡെലിവർ ടു കരിയർ എന്ന് പറയുന്നത്. മൂന്നാമത്തെ റൂളാണ് ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ഇൻ ദ കേസ് ഓഫ് സെയിൽ ഓൺ അപ്രൂവൽ. സെക്ഷൻ 24. സെല്ലർ ഗുഡ്സ് ബയ്യറിന് സെൻഡ് ചെയ്യും. ബയ്യർക്ക് തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ടൈം കൊടുക്കും. ആ സമയത്തിനുള്ളിൽ ഒന്നില്ലെങ്കിൽ ഗുഡ്സ് ആക്സെപ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ആ ഗുഡ്സ് തിരിച്ചയക്കണം. അതിനെയാണ് ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ഇൻ കേസ് ഓഫ് സെയിൽ എന്ന് പറയുന്നത്. അതിൽ ഫസ്റ്റ് പോയിൻ്റാണ് വെൻ ദ ബയ്യർ സിഗ്നിഫൈസ് അപ്രൂവൽ. വെൻ ദ ബയ്യർ signifies his approval or acceptance to the seller, the property passes to the buyer at that time. It may by the way of sending a message of acceptance. ബയ്യർ ആളുടെ അപ്രൂവൽ
സെല്ലറിനെ അറിയിക്കുന്ന സമയത്ത് ഓണർഷിപ്പ് ബയറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടും. സെക്കൻഡ് പോയിന്റ്, വെൻ ദ ബയർ അഡോപ്റ്റ്സ് ദ ഗുഡ്സ്. വെൻ ദ ബയർ ഡസ് any act which results in the adoption of the transaction, the property in goods passes to the buyer. ഗുഡ്സ് അഡോപ്റ്റ് ചെയ്യുന്നതായിട്ടുള്ള എന്തെങ്കിലും ഒരു ആക്ട് ബയ്യറിൻ്റെ ഭാഗത്തു നിന്ന് വന്നാൽ ഗുഡ്സിൻ്റെ പ്രോപ്പർട്ടി ബയ്യറിലേക്ക് കൈമാറ്റപ്പെടും. അതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ബയ്യറിന് ആ ഗുഡ്സ് വെച്ചിട്ട് എന്തെങ്കിലും ലോണ് അങ്ങനെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ആ ഓണർഷിപ്പ് ബയ്യറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടും. തേർഡ് പോയിൻ്റാണ് when the buyer fails to return the goods. If a time is fixed for approval or returns of goods, and if the buyer fails to return the goods within that time, the property in goods passes to the buyer on the expiration of such time. ഗുഡ്സിൻ്റെ അപ്രൂവലിന് വേണ്ടിയിട്ട് നിശ്ചയിച്ചിട്ടുള്ള സമയത്തിനുള്ളിൽ തിരിച്ചയക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ആ ബയ്യറിലേക്ക് ഓണർഷിപ്പ് കൈമാറ്റപ്പെടും. If no time has been fixed, then it is on the expiration of a reasonable time. The reasonable time is a question of fact and will depend on the circumstances and the facts of each cases, that it will differ in different cases. പ്രത്യേകിച്ച് ടൈമൊന്നും ഫിക്സ് ചെയ്തിട്ടില്ലെങ്കിൽ റീസണബിൾ ടൈമിൻ്റെ ഉള്ളിൽ അത് തിരിച്ചയക്കേണ്ട കടമ ബയ്യർക്കുണ്ട്. ഫോർത്ത് പോയിൻ്റാണ് when the buyer makes the return of goods impossible. When the buyer makes the return of goods impossible by his act or default, when the property in the goods passes, when he does, the actor makes the default. ഗുഡ്സ് റിട്ടേൺ ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ ബയ്യറിൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഡിഫോൾട്ട് കാരണം ഗുഡ്സ് റിട്ടേൺ ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ ഗുഡ്സിൻ്റെ ഓണർഷിപ്പ് ബയ്യറിലേക്ക് തന്നെ കൈമാറ്റപ്പെടും. ഇതൊക്കെയാണ് എൻ്റെ ടോപ്പിക്സ്. താങ്ക് യു.